പിടിച്ചു നിൽക്കാൻ പറ്റൂ? എൻ്റെ ആദ്യത്തെ ചോദ്യം അതാ. പിടിച്ചു നിൽക്കുന്നുണ്ട് വേണേ പറയാം. വെല്ലുവിളികളുണ്ടോ? പിന്നെ വെല്ലുവിളി എഴുത്തിൻ്റെ കാര്യത്തിൽ വയലാർ മാത്രമേ ഉള്ളൂ വെല്ലുവിളി, വേറെ ഒന്നുമില്ല. കാര്യം വേറെ എന്തും താരതമ്യം ചെയ്യുന്ന അതുമായിട്ടായിരിക്കും. അപ്പം അതിൻ്റെ ഒരു പക്ഷേ എനിക്കത് ഇഷ്ടമാണ്. കാര്യം ആ ചൂട് മതി നമ്മുടെ പ്രകാശിക്കാൻ എന്നുള്ളൊരു തോന്നല. എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ വയലാറിൻ്റെ ഭാഷയത്തിൽ പറഞ്ഞാൽ രണ്ടും കണ്ടിട്ടുള്ളവരല്ലോ തെണ്ടുകൾ ഞങ്ങൾ. അത് കണ്ടുവല്ലേ പഴയതിൻ്റെ അല്ല, അത് കിട്ടി നമ്മൾ പുതിയ ലോകത്ത് പഴയത് ശീലിച്ചിട്ട് പുതിയ ലോകത്ത് ജീവിക്കേണ്ടി വരും. ഒന്നിന് അമ്മയുടെ മാറിടത്തിൽ കിടക്കുന്ന സുഖമാണ്, മറ്റേ രണ്ടാമത്തത് ഭാര്യയുടെ മാറിൽ കിടക്കുന്ന സുഖമാണ്. രണ്ടും വേണ്ടേ? അതാണ് എൻ്റെ ഒരു നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ശരത്തെ, ഇപ്പോൾ യഥാർത്ഥത്തിൽ ചില ആൾക്കാർ പുതിയ പാട്ടിനെ കുറിച്ച്, ഇവരൊക്കെ പാടുന്ന പാട്ടിനെ കുറിച്ചൊക്കെ പറയുന്നത് സൗണ്ട് എഞ്ചിനീയറിനാണ് പ്രാധാന്യം കൂടുതൽ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഈ കാലത്തിനനുസരിച്ച് ജീവിച്ചല്ലേ പറ്റൂ. പച്ചരി മുട്ടി പോകത്തില്ല. എനിക്കൊക്കെ അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കാമല്ലോ. ഇനി ഞാൻ പഴയതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് ഞാൻ പുറത്തു പോവുള്ളൂ, കഥയൊന്നുമില്ല. പക്ഷേ എനിക്കൊരു അഭിമാനം എന്താ വെച്ചാൽ ഒരു കേരളത്തിൽ മാത്രം കിടന്നിരുന്ന മലയാള ഭാഷ അന്തർദേശീയ തലത്തിൽ പിന്നെ അത് സംഗീതം കൊണ്ട് ഭാഷയ്ക്കൊരിത് കിട്ടി. പക്ഷെ ഭാഷ പിന്നെ നമ്മുടെ എത്രമാത്രം നമ്മുടെ ഭാഷ മറ്റ് സംഗീതമായിട്ട് പൊരുത്തപ്പെടുന്നു അല്ലെങ്കിൽ പൊരുത്തപ്പെടാതിരിക്കുന്നു, അതൊരു ചിലപ്പോൾ നമുക്ക് സങ്കടം വന്നിട്ടുണ്ട് ചില സമയത്ത്. വയലാറിൻ്റെ മകനായി പോയതുകൊണ്ട് ആൾക്കാർ താരതമ്യം ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പണ്ടും ശരത്ത് അത്രത്തോളം വരുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് ഇപ്പോഴും ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു ബാധ്യതയായോ അത്? അല്ല, അത്രത്തോളം വരണ്ടല്ലേ? വരണ്ട. ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ 50 വർഷമായി. ഇപ്പോഴും ആ പേരിലാണ് ഞാൻ ഇറങ്ങി നടക്കുന്നത്. അതൊരു ഭാഗ്യമല്ലേ? ഈ പുതിയ ട്രെൻഡിനെ കുറിച്ച് ശരത്തിൻ്റെ അഭിപ്രായം എന്തുവാ? അല്ല, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് കുറേ സ്ട്രെയിൻ കൂടുതലാണ്. അതായത് 2 അക്ഷര വാക്കുകൾ മലയാളത്തിൽ വളരെ കുറവാണ്. ഇപ്പോൾ ട്യൂൺ തരുമ്പോൾ മിക്കവാറും കൂടുതലും 2 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ചെറിയൊരു മാനസിക പിണക്കവും ഒക്കെ സംഗീത സംവിധാനമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവിക ജോലിയുടെ ഭാഗമാണല്ലോ. അതത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ തീരും, എങ്ങനെയെങ്കിലും പൊരുത്തപ്പെടും, ചെയ്തു കൊടുക്കും. അതൊരു ബാധ്യത നമ്മുടെ.